ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു പഴയ വീട് അത്യാവശ്യം പുതിയ മോഡൽസ് രീതിയിലേക്ക്, അതായത് ഫുൾ ലാമ്പ് സിസ്റ്റം, അതുപോലെ തന്നെ ബെഡ് സ്വിച്ച് സിസ്റ്റം, ഇതെല്ലാം ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് പഴയ വീട് എങ്ങനെ പുതിയ രീതിയിലേക്ക് അതിൻ്റെ വയറിങ് കൺവേർട്ട് ചെയ്തു എന്ന വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ ഒരു ബെഡ് സ്വിച്ചാണ്, നമ്മുടെ റൂം സർക്യൂട്ടാണ് വരുന്നത്. റൂമിൻ്റെ എൻട്രൻസ് ആണ് വരുന്നത്. അതിൻ്റെ മെയിൻ സ്വിച്ച് ബോർഡാണ് ഈ കാണുന്നത്. അതിൽ നിന്ന് നേരെ ബെഡ് സ്വിച്ചിലേക്ക് നമ്മൾ വെട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഇത് നേരെ DBയുടെ താഴെ, ഇത് നേരെ ബാക്ക് തുളഞ്ഞ ശേഷം ഏറ്റവും താഴെ സ്റ്റെയറിൻ്റെ താഴെ വരുന്നത് കാണാൻ സാധിക്കും. അവിടെയാണ് നമ്മൾ DBയുടെ പൊസിഷൻ വരുന്നത്. DBയിൽ നിന്നും ഡയറക്റ്റാണ് പൈപ്പ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി വെട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. DBയിൽ നിന്നും വയർ പൈപ്പ് ഈ വരുന്ന എല്ലാം തന്നെ പല പല റൂമുകളിലേക്ക് പോകുന്ന സർക്യൂട്ടുകളാണ്. അതെല്ലാം തന്നെ DBയിൽ നിന്നും സെപ്പറേറ്റ് പൈപ്പുകളാണ് നമ്മൾ വെട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം DBയിൽ നിന്നും സെപ്പറേറ്റ് സർക്യൂട്ട് AC, അതുപോലെ തന്നെ ഓരോ റൂം സർക്യൂട്ടുകൾ നമ്മൾ സെപ്പറേറ്റ് MCBകൾ വയ്ക്കുന്നതുകൊണ്ട് അതിൻ്റെ സർക്യൂട്ടുകൾ എല്ലാം സെപ്പറേറ്റ് വരാൻ വേണ്ടിയിട്ടാണ് മാക്സിമം DBയിൽ നിന്ന് സെപ്പറേറ്റ് പൈപ്പ് തന്നെയാണ് നമ്മൾ വെട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ വരുന്ന ഓരോ റൂമിലേക്ക് നമ്മൾ ഓരോ എൻട്രൻസിലേക്കുള്ള ലൈറ്റ് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു പൈപ്പിലൂടെ ഒരു ഇഞ്ച് പൈപ്പിലൂടെ മിനിമം നമുക്ക് 2 റൂമിൻ്റെ സർക്യൂട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള പൈപ്പ് നമ്മൾ കറക്റ്റ് ചെയ്തിടേണ്ടി വരും. ഏകദേശം ഒരു 3 ഫേസ് DBയിലാണെങ്കിൽ നമ്മൾ അത്യാവശ്യം ഒരു 4 റൂമുള്ള വീടാണെങ്കിൽ തന്നെ അത്യാവശ്യം ഏകദേശം ഒരു 13 പൈപ്പെങ്കിലും 1 ഇഞ്ച് പൈപ്പെങ്കിലും വരും, നമ്മുടെ മീറ്റർ ബോക്സിലേക്ക് പോകുന്നത് ഉൾപ്പെടെ. അത്രയെങ്കിലും പൈപ്പിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ റൂമിൻ്റെ സർക്യൂട്ടുകളെല്ലാം വന്നതിന് ശേഷം നമ്മൾ കൊണ്ടുപോകുന്ന പുറത്ത് ഓപ്പൺ ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നത് എല്ലാം തന്നെ 4 PVC ബോക്സ് വെച്ചിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. 4 PVC ബോക്സ് വെച്ച് കൊണ്ടുപോകുന്നതിൻ്റെ ഗുണം, നമ്മൾ വയറ് വലിക്കുന്നതിന് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ വയറ് ടൈറ്റ് ആവില്ല. നമുക്ക് പിന്നീട് എന്തെങ്കിലും ഒരു വയറ് വലിച്ചെടുക്കണമെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ജംഗ്ഷനുകൾ ഒഴിവാക്കിയിട്ട് PVC ബോക്സ് വെക്കുകയാണെങ്കിൽ, PVC ബോക്സിൻ്റെ ജംഗ്ഷൻ വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ മാക്സിമം കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ആ ഏരിയയിലാണെങ്കിൽ നമ്മൾ പിന്നീട് നമുക്ക് എന്തെങ്കിലും, അതായത് മെയിൻ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ജംഗ്ഷൻ വെച്ചാണെങ്കിൽ ആ ജംഗ്ഷൻ വെച്ച് പിന്നീട് അടച്ച് കളയണം. അടച്ചാൽ മാത്രം പോരാ, പിന്നെ അത് നമ്മൾ സിമൻറ്റ് വെച്ചിട്ടാണ് ക്ലോസ് ചെയ്ത് കളയുന്നത്. പിന്നീട് നമുക്കൊരു വയർ വലിക്കണമെങ്കിൽ സിമൻറ്റ് പ്ലാസ്റ്റിക് പൊട്ടിച്ചതിന് ശേഷം മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അപ്പോൾ അത് പിന്നീട് വീണ്ടും ബ്ലാസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. പക്ഷേ 4 ജംഗ്ഷൻ ആവുന്ന സമയത്ത് നമുക്ക് ആ പ്രശ്നം വരുന്നില്ല. 4 ജംഗ്ഷൻ്റെ തന്നെ 4 PVCയുടെ ഷീറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ ഷീറ്റ് വെച്ച് നമ്മൾ സ്ക്രൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വേണമെങ്കിൽ നമുക്കൊരു ഹോൾഡറോ സീലിംഗ് റോസോ ഉപയോഗിച്ചോ നമ്മുടെ ഫാൻസി ലൈറ്റോ അതുപോലെ തന്നെ നമ്മുടെ ട്യൂബ് ലൈറ്റൊക്കെ കൊടുക്കുന്നതിന് അവിടെ ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പിന്നീട് നമുക്കൊരു ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ 4 PVC ബോക്സ് വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഏരിയകളിലാണെങ്കിൽ നമുക്ക് ബീം കാര്യങ്ങളുള്ളത് കൊണ്ട് നമുക്ക് സീലിംഗ് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ബീം ഉള്ളത് കൊണ്ട് തന്നെ സീലിംഗ് നമ്മളതിൻ്റെ മുകളിലൂടെ നമ്മൾ സർക്യൂട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത് കൊണ്ടുപോയിരിക്കുന്നത് കറക്റ്റായിട്ട് വെറുതെ പൈപ്പ് ഇടുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, അതെല്ലാം തന്നെ ഡ്രിൽ ചെയ്ത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സർക്യൂട്ട് കാര്യങ്ങളൊക്കെ വലിക്കുന്ന സമയത്താണെങ്കിൽ പൈപ്പ് പൊട്ടിപ്പോകുന്ന അവസ്ഥയും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്കൊരു പഴയ വീട്ടിലെ ഏകദേശം എങ്ങനെയാണ് പുതിയ വീട്ടിലേക്ക് ചെയ്യുന്നതിന് പൈപ്പും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.